ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുന്നത്തെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2-3 ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഓരോ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ വേറൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഇത് ബുധനാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ പാടെ നമ്മൾ തലേന്ന് തന്നെ രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ പാടെ വെള്ളം വെച്ച് കൊടുക്കാൻ കേട്ടോ, ചായക്ക് വേണ്ടിയിട്ട്. അപ്പം ഇനി എന്താ കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ രാത്രി ഇപ്പോൾ പുട്ടും പൊടി കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നനയ്ക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങ ചിരവി വെക്കും, അതുപോലെ പുട്ട് ചുട്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുത്തിട്ട് ഉപ്പും വെള്ളം കൂടി ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങണത് ഈ ഒരു പുട്ടും പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പൊടി വരും കേട്ടോ, വീർത്തിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചിരകി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചിരകി അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്ക് വെള്ളം തിളച്ചു, അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞങ്ങൾക്ക് ദോശയായിരുന്നു കേട്ടോ കടി. പിന്നെ അതിലേക്ക് മമ്പയറും കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉള്ളിയും അതുപോലെ തക്കാളി അതുപോലെ മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ വിസിലടിക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ അത് തൂമിച്ച് കൊടുക്കാറുണ്ട് ചെയ്യാറ്. അപ്പോൾ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ കുട്ടിക്ക് സ്കൂൾക്കുള്ളതെല്ലാം റെഡിയാക്കി കൊടുത്തു. അതുപോലെ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അത് ഇതുപോലെ കറിവേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. പിന്നെ അങ്ങനെ മുറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അംഗനവാടിയിൽ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ലിച്ചുവിൻ്റെ പരിപാടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. പിന്നെ പോയതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ.